ഹലോ നമസ്കാരം, എൻ്റെ പേര് അരുൺ രാജ്, ഏവിയൻ എഡ്യൂക്കേഷൻ്റെ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കഷൻ എടുക്കുന്നത് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാഫ്സ് ഇൻ കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സിൽ ഗ്രാഫ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, അതുപോലെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. കുറച്ചൊക്കെ ഞാൻ ഓൾറെഡി മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് ഗ്രാഫുകളുണ്ട്. അപ്പോൾ ഗ്രാഫുകളെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. അതായത് ആ ഇക്വേഷനായിട്ടുള്ളൊരു ബന്ധം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് ഗ്രാഫുകൾ വരയ്ക്കാം. സോ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് ഗ്രാഫുകൾ വരയ്ക്കാം. ആദ്യം തന്നെ എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു സർട്ടൈൻ ഹൈറ്റിൽ നിന്ന് ബോഡി ഡ്രോപ്പ് ചെയ്യാൻ. അപ്പം കൈനമാറ്റിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരികയല്ല കേട്ടോ. കൈനമാറ്റിക് ഇക്വേഷൻസ് നമുക്ക് അറിയണം ആദ്യം തന്നെ. ഒന്ന് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ അറിയണം. പിന്നെ അടുത്തത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അറിയണം. പിന്നെ അതേപോലെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ അറിയണം. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ആദ്യം അറിയണം. അതിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് നമ്മളുടെ ഫോർമുലാസ് അഥവാ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഇക്വേഷൻസിലോട്ട് എത്തുകയാണ്. ഇതിൽ യു എന്താണെന്ന് അറിയാം, ഇനീഷ്യൽ വെലോസിറ്റിയാണ് അല്ലേ, ഇനീഷ്യൽ വെലോസിറ്റി. ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ യു എടുക്കുന്നുണ്ട്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്, നോട്ട് ഇറ്റ് വി ഫൈനൽ വെലോസിറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ എത്ര സമയത്തിനുള്ളിൽ ടൈം ടേക്കൺ എത്ര സമയം. ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് ഇവിടെ ആക്സിലറേഷനാണ്, നോട്ട് ഇറ്റ് ആക്സിലറേഷൻ. അത് ചിലപ്പോൾ ചില സമയത്ത് ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന ടേം ചിലപ്പോൾ ജി എടുക്കും. ജി അതായത് ചില ബോഡി ചിലപ്പോൾ സർട്ടൻ ഹൈറ്റിൽ നിന്ന് വീഴുകയാണെന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക, മീൻസ് എർത്തിൻ്റെ ഗ്രാവിറ്റി കാരണമായിരിക്കും വരുന്നത്. അപ്പം ജി എന്ന് പറയും. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഓക്കെ, ഓഫ് എർത്ത്. സോ അതാണ് എയോ ജിയോ എടുക്കുക. പിന്നെ അപ്പോൾ ഇത്രയും ടേംസ് എന്താണെന്നുള്ളത് അറിയാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഡിറൈവ് ചെയ്ത് വരിക എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം തന്നെ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. ഒരു സർട്ടൻ ഹൈറ്റിൽ നിന്നും ബോഡി ഡ്രോപ്പ് ചെയ്ത് വരികയാണ് താഴേക്ക്. ശ്രദ്ധിക്കുക, താഴേക്ക് വരുന്ന സമയത്ത് അപ്പോൾ എച്ച് ഹൈറ്റിൽ നിന്നാണ് വരുന്നതെന്നുള്ളത് ചോദ്യത്തിൽ പറയും. ഇത്ര ഹൈറ്റിൽ നിന്നാണെന്നുള്ളത് എച്ച് ഹൈറ്റായിട്ട് നമ്മൾ എടുക്കുന്നു. ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി റെസ്റ്റിലാണ്. താഴെ എത്തുന്ന സമയത്ത് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. താഴെ എത്തുന്ന സമയത്ത് എത്ര വെലോസിറ്റിയിലായിരിക്കും വന്നിടിക്കുക എന്നുള്ളതാണ്. വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. രണ്ടാമത്തെ ചോദ്യം, എത്ര സമയമെടുക്കും ഇത് താഴെ വീഴാന്നുള്ളത്. ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻ. നോട്ട് ഇറ്റ് ബോഡി ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റിലെ രണ്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് എത്ര വെലോസിറ്റിയിൽ വന്ന് ഇടിക്കും, രണ്ട് എത്ര ടൈമിനുള്ളിൽ പതിക്കും. അപ്പം ആദ്യം തന്നെ നമുക്കറിയുന്ന 3 ഇക്വേഷൻസ് ഉണ്ട്. ഇതിലേത് കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. ഒന്ന് യു ഈക്വൽ ടു 0 ആൻഡ് എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. എച്ച് എന്ന് ഈസ് നത്തിങ് ബട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എസ്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് എസ് ആണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിലേത് ഫോർമുല പറ്റും നോക്കണം, ഏത് പറ്റും. എന്നിട്ട് നമുക്ക് രണ്ടെണ്ണം കണ്ടുപിടിക്കണം. ആദ്യം ടൈം കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ടൈം കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും? ടൈം കണ്ടുപിടിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ മീൻസ് ഇത് പറ്റത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെലോസിറ്റി നമുക്ക് അറിയത്തില്ല, അതുപോലെ ടൈമും അറിയത്തില്ല. രണ്ട് അൺനോൺസ് ഉണ്ട്, അതുകൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഇതോ എച്ച് അറിയാം, എസ് ഈക്വൽ ടു എച്ച് ആണ്. എച്ച് ഹൈറ്റ് എന്നാണ് വീഴുന്ന അറിയാം. അതേപോലെ ഇതിനകത്ത് ടൈം മാത്രമേ അറിയാത്തുള്ളൂ, ബാക്കിയെല്ലാം അറിയാം. കാരണം നമുക്ക് ഓൾറെഡി ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എഫക്റ്റിലാണ് ഇത് വന്ന് വീഴുന്നത്. എ ഈക്വൽ ടു ജി ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാം. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു, എച്ച് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കൊടുക്കുന്നു അല്ലേ. എസ്സിന് വരെ എച്ച് കൊടുത്തു. അപ്പോൾ എച്ച് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ 0 ആണ്,
സോ ഇറ്റ്സ് ബിക്കം ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ എന്നായി. സോ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. എ പറയുന്നത് ജി ആണ് അല്ലേ. അപ്പോൾ എന്താണ് നോക്കിയേ, എച്ച് ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ ഓർ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2h ബൈ ജി ഓർ ടി ഈസ് ഈക്വൽ ടു വാട്ട്, ടി എന്തായിരിക്കും, റൂട്ട് ഓഫ് 2h ബൈ ജി. പ്ലസ് ഓർ മൈനസ് ഒക്കെ ഉണ്ട്, ബട്ട് ടൈമാണ് വി കൺസിഡർ ഓൾവേസ് ഇറ്റ് ആസ് പോസിറ്റീവ്. ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 2h ബൈ ജി, ദാറ്റ്സ് എ ടൈം പീരീഡ്. ഇത്രയും സമയത്തിനുള്ളിലാണ് വന്ന് വീഴുക. അപ്പോൾ ഇതിനകത്ത് ചോദ്യം വരും, എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ, 10 മീറ്റർ ഹൈറ്റ്, 10 മീറ്റർ ഹൈറ്റ് എന്ന് ഇട്ടു എന്ന് ചോദ്യം വരാം. സോ വാട്ട്സ് എ ടൈം ടേക്കൺ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ, ഈ ഫോർമുലയിൽ എച്ച് ഈക്വൽ ടു 10 എന്ന് കൊടുക്കുക. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു 10 ബൈ ജി, ജിയുടെ വാല്യൂ ഇറ്റ് ഈസ് 9.8. അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ സോൾവ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ്. ഇനി അടുത്തത് എന്തായിരുന്നു, വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ്സ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല ബെറ്റർ ആയിരിക്കും? ഇനി നമ്മൾക്ക് ഒന്നാമത്തെ ഫോർമുലയിലേക്ക് കൊടുക്കാം, അല്ല എങ്കിൽ നമ്മൾക്ക് എവിടേക്ക് കൊടുക്കണം, ഇതിലോട്ട് വരാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എത്ര വെലോസിറ്റിയിൽ വന്നിടിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പം നമുക്ക് മൂന്നാമത്തെ ഫോർമുലയിലേക്ക് കൊടുക്കാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇനീഷ്യൽ 0, 2 ഇൻറ്റു ജി ഇൻറ്റു എസ്. എസ് ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ്സ് എച്ച്. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh. ഓക്കെ, ഇവിടെയും പ്ലസ് ഓർ മൈനസ് വി. ഇപ്പോൾ ഒരു സ്ക്വയർ ടേം തീർച്ചയായിട്ടും നമ്മൾ റൂട്ട് എടുക്കുന്ന സമയത്ത് രണ്ട് ആൻസർ വരും, ഒന്ന് പ്ലസ് അല്ലെങ്കിൽ മൈനസ് അല്ലേ. അത് നമ്മൾ നോട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും. ഇവിടെ നമ്മൾ പോസിറ്റീവ് ആണ് എടുക്കുന്നത്, കാരണം നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്നുള്ളത് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് വീഴുന്ന സമയത്ത് ശ്രദ്ധിക്കാം, നമുക്കിപ്പോൾ ഇതിനെ പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം. കാരണം നമ്മളുടെ പ്രിഫറൻസ് ആണ് അതിൻ്റെ എന്താ പറയുക റെഫറൻസ് ആയിട്ട് വരുന്നത്. നമ്മളെ പ്രിഫറൻസ് പറഞ്ഞാൽ നമ്മൾ പ്രിഫർ ചെയ്യണം, ഓക്കെ മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി പോസിറ്റീവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴേക്ക് തിരിച്ച് വീഴുന്നത് നെഗറ്റീവായിട്ടും നമ്മൾ പറയണമെങ്കിൽ നമ്മളുടെ ഈ ടേം ഇപ്പം എങ്ങനെയാവും, രണ്ട് രീതിയിലാവും. അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്യണം. ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും. സോ നമ്മൾ വെലോസിറ്റിയുടെയും ടൈമിൻ്റെയും ഇക്വേഷൻ കൊണ്ടുവന്നു, ഡിറൈവ് ചെയ്തെടുത്തു. ബട്ട് ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഗ്രാഫ് വരയ്ക്കാം എന്നുള്ളതാണ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫിലോട്ട് വരാം. ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ ഇക്വേഷൻ വെലോസിറ്റിയും ടൈമും ഉള്ള ഇതാണ്ടോ ഇവിടുത്തെ ഈ ഒന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാവും ഇക്വേഷൻ, u0 ആണ്, v ഈസ് ഈക്വൽ ടു at എന്ന് പറയുന്ന പോലെ, ഓർ v ഈസ് ഈക്വൽ ടു gt എന്ന് പറയുന്ന പോലെയാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫ് എങ്ങനെയായിരിക്കും അറിയാം, ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് താഴേക്ക് വീഴുമ്പോൾ അല്ലേ, വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടൈമിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1 സെക്കൻഡ് ആവുന്ന സമയത്ത് വെലോസിറ്റി അതിനനുസരിച്ച് g ഇൻറ്റു 1, മനസ്സിലായോ? 2 സെക്കൻഡ് ആകുമ്പോൾ g ഇൻറ്റു 2, 3 ആകുമ്പോൾ g ഇൻറ്റു 3, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? ഇതാണ് വെലോസിറ്റിയുടെ അവസ്ഥ. ഇത് നമ്മൾക്ക് പോസിറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. വെലോസിറ്റിയെ നമുക്ക് പോസിറ്റീവ് സൈഡിലോട്ട് മാർക്ക് ചെയ്യാം, ഓർ നെഗറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എന്ന് പറയാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh ആണെങ്കിൽ വി ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2gh ആണ്. മനസ്സിലായോ? അപ്പം നമുക്കിതിനെ പോസിറ്റീവ് സൈഡിലേക്ക് മാർക്ക് ചെയ്യാം, നെഗറ്റീവ് സൈഡിലേക്ക്, അത് നമ്മളുടെ പ്രിഫറൻസാണ്, റെഫറൻസായി വരുന്നത് അല്ലേ. ഇങ്ങനെയും മാർക്ക് ചെയ്യാം. അത് നമ്മൾ ഹൈറ്റ് താഴേക്ക് എടുക്കുമ്പോൾ എല്ലാ സമയത്തും നെഗറ്റീവ് എടുക്കുകയാണെങ്കിൽ താഴേക്ക് മാർക്ക് ചെയ്യാം. ബട്ട് വെലോസിറ്റി കർവ് എങ്ങനെയായിരിക്കണം, ഈ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്രത്യേകത. അപ്പോൾ വെലോസിറ്റി കർവ്
വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരച്ചാലോ? അതെങ്ങനെ ഉണ്ടാവും? ഞാൻ ഇതേ ഗ്രാഫിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് വരക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഇവിടെ ഹൈറ്റാണ് ശരിക്കും അല്ലേ? ഹൈറ്റ് വേണമെങ്കിൽ എടുക്കാം, ഓർ എക്സ് എന്നൊക്കെ എടുക്കും കേട്ടോ. അതെല്ലാം സെയിം തന്നെയാണ്. എക്സ് എടുക്കും, എസ് എടുക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, ടൈം കർവാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? ഇതാ കിടക്കുന്ന ഇക്വേഷൻ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതാ ഇതിനെവിടെ ഇതങ്ങനെ ഒരു ഇക്വേഷൻ്റെ അവിടെ എത്തി. എച്ചിൻ്റെ നോക്കിയേ, എച്ച് ഈക്വൽ ടു 0 പ്ലസ് ഇത് 0 മാച്ച് കളയാം, ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ അതെന്താ? ഈ ഇക്വേഷൻ എങ്ങനെയാണ്? ഇതൊരു പാരബോളിക് ഇക്വേഷനാണ്. എന്താ ഈ പാരബോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഇക്വേഷനകത്ത് ടിക്ക് വാല്യൂ കൊടുക്കണം, 1 കൊടുക്കണം. അപ്പോൾ ഹാഫ് ഇൻറ്റു ജി പറഞ്ഞാൽ ജി നമുക്ക് അപ്രോക്സിമേറ്റ്ലി 9.8 or 10 ഒക്കെ എടുക്കാം. 9.8 or 10 എടുക്കാം. 9.8 10 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 4.9 വരും. ഇൻറ്റു ടി സ്ക്വയർ ഈസ് ഇപ്പോൾ 1 സ്ക്വയർ. അപ്പോൾ പിന്നെ 4.9 ഇൻറ്റു 2 സ്ക്വയർ, 4.9 ഇൻറ്റു 3 സ്ക്വയർ. ഇപ്പോൾ 2 സെക്കൻഡ് 3 സെക്കൻഡ് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ആദ്യം 4.9 വരും. പിന്നെ അത് എത്ര പേരാണ്? അതിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ 4 ഇൻറ്റു 4.9 വരും. അത് തന്നെ ഏകദേശം 20ക്ക് അടുത്ത് വരും. മനസ്സിലായോ? 20ക്ക് അടുത്ത് വരും. പിന്നെ 3 സ്ക്വയർ ഇൻറ്റു പിന്നെ വീണ്ടും കൂടുകയാണ് 9 ഇൻറ്റു 4.9. അപ്പോൾ ഇത് ശരിക്കും വളരെ ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു പാരബോള പോലെ പോവും. അതുകൊണ്ട് ഇങ്ങനെ പാരബോള പോലെ പോവും കർവ്. ഈ ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട് മാത്സിൽ നമ്മൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഗ്രാഫുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അത് പഠിക്കുമ്പോൾ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെ വരും എന്നുള്ളത് കൃത്യമായി മനസ്സിലാവും. ആർക്കെങ്കിലും ഗ്രാഫുകളെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഭാഗം പോയി കാണാം. അപ്പോൾ ബേസിക് നോളേജ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പൊസിഷൻ ടൈം ഗ്രാഫ് ഇവിടെ എക്സ് എന്നോ അല്ലെങ്കിൽ എച്ച് എന്നാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇതാ ഇങ്ങനെ കർവ് പാരബോളയിൽ വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായോ? ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്ന് പറയുന്ന കർവാണ് ഇതിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതാണ് ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫും വരച്ചു, പൊസിഷൻ ടൈം ഗ്രാഫും വരച്ചു. ഒരു ഒബ്ജക്റ്റ് ഒരു സർട്ടൻ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്. ഇത് NCERT-ക്കകത്ത് ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നത് വരച്ചിരിക്കുന്നത് താഴേക്കാണ്. ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മുകളിലേക്കും വരയ്ക്കാം, നമ്മളുടെ പ്രിഫറൻസാണ്. ഇപ്പം ഞാൻ എടുക്കുകയാണ് താഴേക്ക് ഹൈറ്റ് എപ്പോഴും എടുക്കുമ്പോൾ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുക എങ്കിൽ തീർച്ചയായും താഴേക്ക് വരയ്ക്കും. മനസ്സിലായോ? താഴേക്കാണ് ഞാൻ നെഗറ്റീവ് ഇത്. അപ്പോൾ NCERT-ക്കകത്ത് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഒബ്ജക്റ്റ് താഴെ നിന്ന് വീഴുന്ന സമയത്ത് ഹൈറ്റ് ഇപ്പോൾ നെഗറ്റീവ്, ഇപ്പോൾ ഓരോ -5, -10, -20 -15 20 അങ്ങനെ പോകും. -15 -20 ലൈക്ക് ദിസ്. താഴേക്ക് നെഗറ്റീവായിട്ടാണ്. അപ്പോഴും ഗ്രാഫ് പാരബോള തന്നെയായിരിക്കും കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് ഈസ് ഓൾവേസ് പാരബോളിക്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിച്ച് ഇസ് ഡ്രോപ്ഡ് ഫ്രം എ സർട്ടൈൻ ഹൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇക്വേഷനും ഗ്രാഫും. ഇതിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത്ര ഹൈറ്റ് എന്ന് ഇട്ടു, വെലോസിറ്റി വിത്ത് വിച്ച് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് എന്ന് ചോദിക്കും. അപ്പോൾ എത്ര ഹൈറ്റ് നിന്നാണ് വീഴുന്നത് എന്ന് പറഞ്ഞാൽ അത് അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 10 മീറ്റർ ആണെങ്കിൽ അത്രയാണ്. √2 × g × 10. ദാറ്റ്സ് ഓൾ. ഇനി കിലോമീറ്റർ എന്നാണെങ്കിൽ അവിടെ മീറ്ററിന് മാറ്റാം, മീറ്റർ കൺവേർഷൻ നടത്താം. ഓക്കെ, കിലോമീറ്റർ ആണെങ്കിൽ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം, ×100 ചെയ്യാം. ഓക്കെ, സോറി ×1000 ചെയ്യാം, ×1000 ചെയ്യാം. ഓക്കെ, അതേപോലെ സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /100 ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ കൺവേർഷൻ പ്രോപ്പറായിട്ട് നടത്തണം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മൾ ബേസിക് ഫോർമുല വെച്ചിട്ട് തന്നെ ചോദ്യങ്ങൾ വരും. എത്ര വെലോസിറ്റിയിലാണ്, എത്ര ടൈമിലാണ്, ഗ്രാഫ് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. സോ ഇനി പഠിക്കാൻ പോകുന്നത് ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്പ്. അതായത് ഒരു കല്ലെടുത്തെറിഞ്ഞ് മോളിക്ക് എറിയാണ്. h ഹൈറ്റിലോട്ട് പോവും ഈ കല്ല്. മീൻസ് അങ്ങനെയാണ്.
നമുക്ക് അറിയില്ല എത്ര ഹൈറ്റ് എച്ച് എന്ന് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എത്ര ഹൈറ്റിലേക്ക് പോകുന്നു. ഞാൻ എറിയുന്ന വെലോസിറ്റി യു ആണ്. ഓക്കെ, യു വെലോസിറ്റിയിലാണ് ഇനീഷ്യൽ വെലോസിറ്റി ഇതിലാണ് ഞാൻ എറിയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇത് കണ്ടുപിടിക്കണം. എത്ര ഹൈറ്റിലോട്ട് പോകുമെന്ന് ഞാൻ പറയുന്നു, അത് എച്ച് ഹൈറ്റിലോട്ട് പോകുമെങ്കിൽ ആ ഹൈറ്റ് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്കറിയേണ്ടത് ഇത് എത്ര സമയത്തിനുള്ളിൽ ഇത് പ്രൊജക്റ്റ് ചെയ്ത് മുകളിലെത്തും, ഈ ഹൈറ്റിലോട്ട് എത്തും എന്നുള്ളത് അതും നമുക്കറിയണം. എത്ര സമയം, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, എത്ര ഡിസ്പ്ലേസ്ഡ് ആവും, എത്ര സമയത്തിനുള്ളിലെത്തും. നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എന്തൊക്കെ അറിയാം, ഏത് ആക്സിലറേഷനിലാണ് പോകുന്നത്. ശരിക്കും ആക്സിലറേഷനിലല്ല പോകുന്നത്. കാരണം എന്താ വെച്ചാൽ മുകളിലെത്തുന്ന സമയത്ത് ഫൈനലി വെലോസിറ്റി 0 ആവില്ലേ, കല്ലവിടെ എത്തി നിന്നിട്ട് വേണ്ട താഴേക്ക് വരാൻ. സോ ആക്സിലറേഷനിലല്ല പോകുന്നത്. ജി ഉണ്ട്, പക്ഷെ അത് നെഗറ്റീവ് എഫക്റ്റാണ് ജി വരുന്നത്. കാരണം മുകളിലേക്ക് പോകുന്നതും വെലോസിറ്റി കുറഞ്ഞു വരും. അങ്ങനെ ഫൈനലി വെലോസിറ്റി വി എന്ന് പറയുന്നത് 0. ഇനീഷ്യൽ വെലോസിറ്റി യു തന്നെ ഉണ്ട്. ഓക്കെ, എച്ച് ഹൈറ്റിലോട്ട് പോകുമ്പോൾ എച്ച് എക്സാക്ട്ലി അറിയണം, അതേപോലെ നമുക്ക് ടൈമും അറിയണം. ഇതാണ് പരിപാടി. നമുക്ക് നോക്കി നോക്കാം ഏത് ഫോർമുല കൊടുക്കും. നമുക്ക് ഈ ടൈം അറിയത്തില്ല, എച്ച് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ടൈം ഇല്ലാത്ത ഫോർമുല. അതേതാ ഫോർമുല? v² = u² + 2as. ദാറ്റ്സ് എ ഫോർമുല. ഇതിൽ ടൈം ഇല്ല. അപ്പോൾ ആ ടൈം ഇല്ലാതെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനും വെലോസിറ്റി കണ്ടുപിടിക്കാനൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യാം. സോ v² is equal to u² + 2as എന്ന് പറയുന്ന ഫോർമുല. v² എന്ന് പറഞ്ഞാൽ 0² = u² + 2 - g s എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഹൈറ്റാണ് അല്ലേ. ഈ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ്സ് ഹൈറ്റാണ്. അപ്പോൾ അത് h. സോ -u² = -2gh or u² = 2gh or h is equal to what? h is equal to u² / 2g. h is equal to u² / 2g. h എന്ന് പറയുന്നത് u² / 2g ആണ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം h is equal to u² / 2g എന്നുള്ള വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എച്ചിൻ്റെ വാല്യൂ കിട്ടി. ഇനി ടൈമിനെ കുറിച്ച് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ടൈം കിട്ടാൻ ഏത് ഫോമിൽ കൊടുത്താൽ മതി? v is equal to u + at. പോസിബിൾ അല്ലേ? v എന്താ? 0, u + -gt. സോ negative u is equal to -gt or t is equal to u/g. അപ്പോൾ ടൈം കിട്ടി, എച്ച് കിട്ടി, ടൈം കിട്ടി. ഇനി നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഇപ്പോൾ എന്താണോ ചോദ്യത്തിനകത്ത് യു തരുന്നു, ഇപ്പോൾ 10 m/s എടുത്ത 10/g, 10 m/s എറിഞ്ഞാൽ 10/g. അതേപോലെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എത്ര m/s ഇപ്പോൾ 10 m/s ചോദ്യമെങ്കിൽ 10² / 2g, അതാണ് h. ടൈമിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം is equal to u/g ആണ്. 10/g, ജിയുടെ വാല്യൂ 9.8. ദാറ്റ്സ് സിമ്പിൾ. അതാണ് മുകളിലേക്ക് എറിയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ജനറൽ ഫോർമുല രണ്ടും വൃത്തിക്ക് പഠിച്ചു വെക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഫോർമുലയും. h is equal to u² / 2g, ടൈം is equal to ഇതിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൃത്യമായി ഇതിൻ്റെ ഗ്രാഫ് കൂടി നമുക്ക് വരയ്ക്കണം, കണ്ടുപിടിക്കുക. അപ്പോൾ ഗ്രാഫ് മാത്രം നമ്മളൊന്ന് വൃത്തിയായിട്ട് വരച്ച് നോക്കാം. അതായത് മുകളിലേക്ക് എറിയുന്ന സമയത്ത് വെലോസിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. മനസ്സിലായോ? വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. മീൻസ് നമ്മളിപ്പോൾ എയർ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ ഗ്രാഫ് ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു u + at എന്നാണ്. ഇവിടെ at എന്ന് പറയുന്നത് gt ആണ്. അത് പക്ഷേ gt എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുകളിലേക്ക് എറിഞ്ഞ് ഫൈനലി 0 ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഭാഗം കൺസിഡർ ചെയ്യേണ്ട. ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു വെലോസിറ്റി ഉണ്ടായിരുന്നു, ആ വെലോസിറ്റി പതുക്കെ കുറഞ്ഞു വരണം. അപ്പോൾ അതെങ്ങനെ ഇക്വേഷൻ? അപ്പോൾ 0 = u + gt എന്നാണ്. അഥവാ ഈ ഇക്വേഷൻ നെഗറ്റീവ് ആണ് അല്ലേ, g എന്ന് പറയുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ഈസ് ഈക്വൽ ടു -gt എന്നായിരുന്നു അല്ലേ. അപ്പോൾ u ഈസ് ഈക്വൽ ടു gt എന്ന് കിട്ടും. അപ്പോൾ u ഈക്വൽ ടു gt ആണ്. ഈ ജീൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്?
ഇതിൽ വെലോസിറ്റിയിൽ കുറയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന യു വെലോസിറ്റി പതുക്കെ 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 കുറയാണ്. കാരണം ഇവിടെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -9.8 m/s² എന്നാണ് ഇവിടുത്തെ എഫക്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ എന്താവുന്നത്, ഈ ഗ്രാഫ് യു എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും പതുക്കെ 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 കുറഞ്ഞു വരുന്നു. സോ ജി എന്താണ് ഇവിടെ -9.8 m/s, ബിക്കോസ് കല്ല് മുകളിലേക്ക് പോകുമ്പോൾ കല്ലിനെ പിടിച്ച് താഴേക്ക് വലിക്കുകയാണ് എർത്ത്. സോ ഗ്രാഫ് പതുക്കെ 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 യു കുറഞ്ഞു ഏറ്റവും മുകളിലെത്തുമ്പോൾ ഫൈനലി U0. ഇതാണ് ഗ്രാഫ്. മനസ്സിലായോ? ഗ്രാഫ് എങ്ങനെ വരുന്നതെന്നുള്ളത് മനസ്സിലായോ? ഐഡിയ. സോ നമുക്ക് ഈ ഗ്രാഫ് കിട്ടി. കൃത്യമായിട്ട് എങ്ങനെ ഗ്രാഫ് വരും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുമ്പോഴുള്ള ഗ്രാഫ്. ഇനി മുകളിലേക്ക് എറിഞ്ഞിട്ട് താഴേക്ക് വന്നാൽ എന്താണെന്നുള്ളതാണ് അടുത്തതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ നമ്മൾ മുകളിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ഇനി താഴോട്ട് കൂടി വരുന്ന സമയത്ത് എന്തായിരിക്കും എന്നുള്ളതാണ്. ഒരു കല്ലെടുത്തെറിഞ്ഞ് മുകളിലേക്ക് പോയി അതേ കല്ല് തിരിച്ച് താഴേക്ക് തന്നെ വരികയാണ്. ശ്രദ്ധിക്കാം, ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, അതേപോലെ തന്നെ താഴേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഒരു സർട്ടൻ ഹൈറ്റ് എത്തി, തിരിച്ച് താഴേക്ക് വന്നു, ഈ അതേ പൊസിഷനിൽ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു യു വെലോസിറ്റിയിലായിരിക്കും. ശ്രദ്ധിക്കുക, പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു യു വെലോസിറ്റിയിലാണ്. ഇതിന് ആക്സിലറേഷൻ ഉണ്ട്. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ജി ആണ്. പക്ഷേ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൂടി നമുക്ക് അറിയണം. പിന്നെ അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒബ്ജക്റ്റ് മുകളിലോട്ട് പോകുന്ന സമയത്തും വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്? കുറഞ്ഞു വരും. ഫൈനലി എന്താവും? 0. ഫൈനലി അത് 0. പിന്നീട് വീണ്ടും താഴേക്ക് വരും, ഒരു നെഗറ്റീവ് വെലോസിറ്റിയിൽ വന്ന് ഇടിക്കും, അല്ലേ? കാരണം മുകളിലേക്ക് പോകുന്നത് പോസിറ്റീവായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും താഴേക്ക് വരുന്ന വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. അതിവിടെ എന്താ ചേഞ്ച് വന്നിരിക്കുന്നത്? ഫൈനലി ആ മുകളിലേക്ക് പോകുന്ന സമയത്ത് 0 മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ബൈ 10. അപ്പോൾ ഇവിടെ എന്താ വന്നത്? -u/t. ശ്രദ്ധിക്കാം, -u/t ആണ് അവിടെ മീൻസ്. അപ്പോൾ ചേഞ്ച് എന്താണ് ഇവിടെ? നെഗറ്റീവ് വാല്യൂ ആയി മാറിയിരിക്കുകയാണ് ആക്സിലറേഷൻ. അപ്പോൾ A = -g ആണ് കേട്ടോ. ഫസ്റ്റ്ലി മുകളിലേക്ക് പോകുമ്പോൾ. ഇനി താഴേക്ക് വരുന്ന സമയത്ത് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം തന്നെയാണ്. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനൽ നെഗറ്റീവ് വെലോസിറ്റി ആണ്. ഇനീഷ്യലി 0 ആണ് ഡിവൈഡഡ് ബൈ t. അപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. അതിനർത്ഥം എന്താ പറഞ്ഞാൽ മുകളിലേക്ക് പോകുന്ന സമയത്തും താഴേക്ക് വരുന്ന സമയത്തും നമ്മൾ A = -g ആണെന്ന് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറലി ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഫോർ പ്രൊജക്ടൈൽ മോഷൻ, ഒരു പ്രൊജക്ടൈൽ മോഷൻ സമയത്തും A = -g ആണ്. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? അതാദ്യം നമ്മൾക്ക് അറിയണം. എന്താണ്? ഒരു കല്ലൊക്കെ എടുത്തെറിയുക, അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ ഒരു ബോൾ ഹിറ്റ് ചെയ്യാം. ഈ സമയത്തൊക്കെ എന്താ സംഭവിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ റോക്കറ്റൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്? മീൻസ് നമ്മൾ കല്ലെടുത്തെറിയുമ്പോൾ അതൊരു പാരബോളിക് പാത്താണ് ഫോളോ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ വന്ന് വീഴുക ചെയ്യും. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗൺ ആയിക്കോട്ടെ, ഇപ്പം ബുള്ളറ്റ് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് വീഴുകയാണ് ചെയ്യുക, അല്ലേ? സോ ലൈക്ക് ദാറ്റ്. ഇതെല്ലാം പ്രൊജക്ടൈൽ മോഷൻ എക്സാമ്പിളാണ്. മനസ്സിലായോ? സോ ഇതെല്ലാം പ്രൊജക്ടൈൽ മോഷനാണ്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയി അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. പക്ഷേ എങ്കിലും ഇപ്പം നമ്മൾക്ക് ഈ ഒരു മുകളിൽ പോയി താഴെ വരുന്ന സമയം എത്ര സമയം കൊണ്ടാണ് എത്തുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് A കിട്ടി, S കിട്ടി, പിന്നെ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തൊക്കെ അറിയാം? ഇതിനകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നുള്ളതൊക്കെ അറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഏത് ഫോർമുലയാണ്? ഓഫ് കോഴ്സ് ഏതാണ്? S = ut + ½ gt² എന്ന് പറയുന്ന ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലേ? ബട്ട് ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. മുകളിൽ പോയി അതേ പൊസിഷനിലേക്ക് തന്നെ എത്താണ്. ഇനീഷ്യൽ വെലോസിറ്റി ut + ½ × g എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ്, -g. A = -g t². സോ ഇവിടെ ടൈം പീരീഡ് എന്ത് കിട്ടും? ut = -½ gt². and ut = ½ gt² എന്ന് വരും. t കട്ട് ചെയ്ത് കളയുന്നു. 2 ug
2u/g which is equal to t എന്ന് കിട്ടും. അതായത് മുകളിലേക്ക് പോയി താഴെ വരാൻ എടുക്കുന്ന സമയം 2u/g ആണ്. 2u/g ഇത്രയും സമയം എടുക്കും. നമ്മൾ നേരത്തെ പഠിച്ചു എന്ത് ഇത് മൊത്തം ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഓക്കെ, ഇനി മുകളിലേക്ക് മാത്രം പോകാനുള്ള സമയം എത്രയാണ്? ടൈം ഓഫ് അസെൻറ്റ് എത്രയായിരിക്കും? u/g ആണെന്ന് പഠിച്ചു. തൊട്ട് മുമ്പിൽ u/g ആണെന്ന് പഠിച്ചു. അപ്പോൾ ടൈം ഫോർ ഡിസെൻറ്റ്, താഴേക്ക് വരാനുള്ള ടൈം എന്താണ്? മൊത്തം സമയത്തിൽ നിന്നും മുകളിലേക്ക് പോകാനുള്ളത് കുറയ്ക്കുക. 2u/g നിന്ന് മുകളിലേക്ക് പോകാൻ u/g കുറയ്ക്കും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? അവിടെ നമുക്ക് u/g എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ താഴേക്ക് വരാനുള്ള സമയം കിട്ടി. അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള സമയം കിട്ടി, താഴേക്ക് വരാനുള്ള സമയം കിട്ടി. ഇനി നമുക്ക് മൊത്തം സമയം കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമ്മൾക്ക് വേണ്ടത് ഗ്രാഫാണ്. എങ്ങനെയായിരിക്കും ഗ്രാഫ്? നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് എന്ത്? മുകളിലേക്ക് പോകുന്ന സമയത്ത് വെലോസിറ്റി, ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരുന്നു, അത് കുറഞ്ഞ് 0 ആയി എന്നുള്ളത് അല്ലേ? ശ്രദ്ധിക്കുക, കുറഞ്ഞ് 0 ആയി. അപ്പോൾ ഇനീഷ്യലി u എന്ന് പറഞ്ഞ വെലോസിറ്റി പതുക്കെ ഫൈനലി 0 ആയി. ഇനി ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിക്കുന്നത്? പിന്നീട് വെലോസിറ്റി മെല്ലെ കൂടി വരും അല്ലേ? കാരണം മുകളിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി ഇവിടെ വന്ന് ഇടിക്കുന്ന സമയത്തും ആ ഇടിക്കുന്ന വെലോസിറ്റി കൂടി വരികയാണ്. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടി വരും അല്ലേ? ഇത് അവിടെ എത്തി 0 ആയി, പിന്നെ പതുക്കെ വെലോസിറ്റി കൂടി കൊണ്ടിരിക്കും. താഴെ വന്ന് എടുക്കുമ്പം വീണ്ടും ഇപ്പോൾ ഒരു എയർ റെസിസ്റ്റൻസും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അതേ വെലോസിറ്റി തന്നെ വന്ന് എടുക്കും. ഇത് ഇവിടെ നിന്ന് 0 ആയിരുന്നു, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് പിന്നെ അത് കൂടി ഫൈനലി വീണ്ടും നേരത്തെ എന്തായിരുന്നു വെലോസിറ്റി, ആ വെലോസിറ്റി തന്നെ വന്നിരിക്കുകയാണ് നേരത്തെ. അപ്പോൾ മേ ബി ഇവിടെ എയർ റെസിസ്റ്റൻസ് ഒക്കെ 0 ആയി കൺസിഡർ ചെയ്യണമെങ്കിൽ സെയിം തന്നെ ആയിരിക്കും. ബട്ട് ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. താഴേക്കല്ലേ പോകുന്നത് അല്ലേ? താഴേക്ക് പോകുന്ന സമയത്ത് ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെയായിട്ട്. ക്ലിയർ ആണോ? ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കാര്യങ്ങൾ പഠിച്ചു. ഗ്രാഫൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇതേ ഒബ്ജക്റ്റ് തന്നെ താഴെ വന്ന് ഇടിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിലോ നമുക്ക് ആ ഒരു ഗ്രാഫും കൂടി ഒന്ന് ആലോചിച്ചാൽ, അതായത് നമ്മൾ മുകളിലേക്ക് ഒരു ഒബ്ജക്റ്റ് എറിയാണ്. ആ ഒബ്ജക്റ്റ് മുകളിൽ പോയി താഴേക്ക് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും ആ ഒബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിലത്തിടിച്ചിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കേസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി നമുക്ക് പറയാം. നമുക്ക് ഗ്രാഫിലോട്ട് വരാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയാണ്. ആ ഒബ്ജക്റ്റ് മുകളിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വെലോസിറ്റിയിലാണ് പോകുന്നത് അല്ലേ? ഇനീഷ്യലി വെലോസിറ്റി ഉണ്ടായിരുന്നു. പതുക്കെ ആ വെലോസിറ്റി 0 ആയി, മുകളിലെത്തി റെസ്റ്റായി. പിന്നീട് വീണ്ടും അത് താഴേക്ക് വരുന്ന സമയത്ത് നെഗറ്റീവ് വെലോസിറ്റിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി താഴെ വന്ന് ഇടിച്ചു, തിരിച്ച് റീബൗൺസ് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകും. അപ്പോൾ താഴെ വന്ന് ഇടിക്കുന്ന വെലോസിറ്റി എന്താണ്? നെഗറ്റീവ് വെലോസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് വാല്യൂ ആണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ വീണ്ടും ഇടിച്ച് മുകളിലേക്ക് പോകുന്ന സമയത്തോ പോസിറ്റീവ് ആവും. നോക്കി, അപ്പോൾ വീണ്ടും ഈ വെലോസിറ്റി എന്താവണം? പോസിറ്റീവ് ആണ്. പക്ഷേ എന്താവില്ല, ഒരിക്കലും ഇതേ വെലോസിറ്റിയിലാവണം എന്നില്ല. ഇതേ വെലോസിറ്റി ആവും, അതിനേക്കാൾ കുറവായിരിക്കും. അതായത് അത്രയും വരത്തില്ല, കുറവായിരിക്കും. എന്നിട്ട് മുകളിലേക്ക് വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നു. ഫൈനലി മുകളിലെത്തുന്നു, 0 ആവുന്നു. ദെൻ വീണ്ടും 0 ആയി വെലോസിറ്റി. ഇനി വീണ്ടും താഴേക്ക് വരികയാണ്. താഴേക്ക് വരുന്ന സമയത്ത് വീണ്ടും നെഗറ്റീവ് വെലോസിറ്റിയിൽ വന്നു. പക്ഷെ ഒരിക്കലും എന്താവില്ല, പണ്ട് എത്ര വെലോസിറ്റിയിൽ വന്നു, കാരണം അത്രയും ഹൈറ്റ് എത്തിയിട്ടില്ല. ബോൾ നമ്മൾ നിലത്ത് കുത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ എനർജി ലോസ് ഉണ്ടായി, കുറഞ്ഞു, ഹൈറ്റ് വീണ്ടും കുറയും അല്ലേ? അപ്പോൾ പഴയ വെലോസിറ്റിയിൽ എത്താൻ പറ്റത്തില്ല. വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി വീണ്ടും ഇവിടെ എത്തി നെഗറ്റീവ് വെലോസിറ്റി വന്ന് ഇടിച്ചു. പക്ഷെ ഇനി മുകളിലേക്കാണ് പോകുന്നത് അല്ലേ? മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്? ഈ വെലോസിറ്റിയിലെത്തുമോ? നോക്കിയേ, ഈ വെലോസിറ്റിയിലെത്തുമോ? ഒരിക്കലുമില്ല. അതിനേക്കാൾ കുറഞ്ഞ വാല്യൂലായിരിക്കും. പിന്നെയും താഴേക്ക് വന്നു, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി ഫൈനലി 0 ആയി. പിന്നെ വീണ്ടും അവിടെ നിന്ന് താഴേക്ക് വരികയാണ്.
ബട്ട് ഒരിക്കലും എന്താവില്ല, നേരത്തെ എത്ര വെലോസിറ്റി വന്ന് ഇടിച്ചു, ബോൾ നിലത്ത് കുത്തി മോളിലേക്ക് പോകുന്ന കാര്യമുണ്ടോ പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു ബോൾ മോളിലേക്ക് എറിഞ്ഞ് അങ്ങനെ വന്ന് ഇടിക്കും, പിന്നെയും കുത്തി മുകളിലേക്ക് പോകും, പിന്നെ അങ്ങനെ വന്ന് ലാസ്റ്റ് ഫൈനലി ബോൾ നിൽക്കും അല്ലേ നിലത്ത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് പിന്നെ വീണ്ടും ചെറിയ വെലോസിറ്റി ആവും, പിന്നെ അതേപോലെ വീണ്ടും ഇതുപോലെ ചെറുതാവുന്നു, അങ്ങനെ വെലോസിറ്റി ചെറുതായി ലാസ്റ്റ് 0. ഇതാണ് ഗ്രാഫ്. ഇതെന്താണ്, നമ്മളൊരു ഒബ്ജക്റ്റ് മുകളിലേക്ക് എറിയുമ്പോൾ ആ ഒബ്ജക്റ്റ് നിലത്ത് വന്നിടിച്ച് മുകളിലേക്ക് പോകുന്നു, ബൗൺസ് ചെയ്യുന്നു. ഈ ഗ്രാഫാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഗ്രാഫ് വരിക എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗ്രാഫിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടുകയാണ്. ഇനിയും ഇതേപോലെ ഒരുപാട് ഗ്രാഫുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. വരയ്ക്കാൻ പോകണ്ടോ, നമ്മൾ വരയ്ക്കാൻ പോകണം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ആ ഒബ്ജക്റ്റ് ഇങ്ങനെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഫൈനലി ഇങ്ങനെയാണ് കൂടുന്നത്. പിന്നെ ഫൈനലി കുറച്ച് നേരം അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോയി, പിന്നീട് അതങ്ങോട്ട് വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. ഇതാണ് കേസ്. ഓക്കെ, 0 എന്നത് പെട്ടെന്നാണ്. ഇതാണ് കേസ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സർട്ടൈൻ സമയം വരെ, ഓക്കെ, ആദ്യത്തെ 10 സെക്കൻഡ് വരെ വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കണം. അത് കൂടി എത്ര അറിയാം, 25 മീറ്റർ പെർ സെക്കൻഡായി. 25 മീറ്റർ പെർ സെക്കൻഡ്. പിന്നീട് അത് കുറച്ച് നേരം, എത്ര സമയത്തേക്കാണ് അറിയാം, 18 സെക്കൻഡ് വരെ കോൺസ്റ്റൻ്റായി. പിന്നീട് അത് താഴോട്ട് പെട്ടെന്ന് കുറയുകയാണ്. ഒരു 20 സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് കുറഞ്ഞ് 0 ആവുകയാണ്. ഇവിടെ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമുക്കറിയാം. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് കേസ്. ഈ ഒരു കർവിന് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, ഇതേ കർവിൻ്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ച് നോക്കാം. അതിന് മുമ്പ് തന്നെ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഗ്രാഫിൽ ആദ്യത്തെ 10 സെക്കൻഡിൽ എന്താ നടക്കുന്നത് എന്നുള്ളതാണ്. ഓരോ സ്ഥലത്തും ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് എന്ത്, ആക്സിലറേഷൻ. മനസ്സിലായോ? ആക്സിലറേഷൻ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ സ്ലോപ്പാണ് അല്ലേ. ഈ പോയിന്റിലൊരു സ്ലോപ്പാണ്, ഈ പോയിന്റിലൊരു സ്ലോപ്പാണ്, ഈ പോയിന്റിൽ ഒരു സ്ലോപ്പാണ്. അതായത് സ്ലോപ്പ് ഓരോ സ്ഥലത്തും ചേഞ്ച് ആവുന്നുണ്ട്. സ്ലോപ്പ് ചേഞ്ച് ആവുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും എന്തുണ്ട്, ചേഞ്ച് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ആക്സിലറേഷനാണ്. മനസ്സിലായോ? 25 മീറ്റർ പെർ സെക്കൻഡ് എത്തുന്നുണ്ട്. ഈ 10 സെക്കൻഡിലും ആക്സിലറേഷൻ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമുക്ക് ഇതിനകത്തുനിന്ന് ആവറേജ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. അതായത് എത്രയാണ് വന്നിട്ടുള്ള ചേഞ്ച്. ഫൈനലി 25, ഇനീഷ്യലി 0. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എത്ര ചേഞ്ച് ആയി, ഫൈനലി 10, ഇനീഷ്യലി 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 25/10 ആൻഡ് വാട്ട് വിൽ ബി ദ ആൻസർ, 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ്സ് ആക്സിലറേഷൻ. അപ്പോൾ 0 നിന്ന് തുടങ്ങിയ ആക്സിലറേഷൻ പിന്നീട് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി. അപ്പം നമ്മൾ ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. നോട്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫിന് ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും, 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് പതുക്കെ 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി. ഇത് കൂടുന്നത് എങ്ങനെയാണ്, ഇത് കൂടുന്നത് എങ്ങനെയാണ്, കറക്റ്റ്ലി യൂണിഫോം ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? കൂടി എത്ര എത്തി, 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലെത്തി. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലെത്തി. മീറ്റർ പെർ
സെക്കൻഡ് സ്ക്വയറിലെത്തി. ഇനി ഫർദർ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റിക്ക് ഒരു ചേഞ്ച് ഇല്ല, കോൺസ്റ്റന്റ് ആയി പോകണം. അതിനർത്ഥം അവിടെ സ്ലോപ്പ് ഉണ്ടോ, ചെരിവുണ്ടോ? ചെരിവില്ല. സോ ആക്സിലറേഷൻ എന്താണ്? 0. അതായത് 10 സെക്കൻഡ് കഴിയുമ്പോൾ ആക്സിലറേഷൻ 0 ആണ്. ആക്സിലറേഷൻ എന്തില്ല, ഒരു ചേഞ്ച് ഇല്ല. അതായത് 10 സെക്കൻഡ് മുതൽ 18 സെക്കൻഡ് വരെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിനകത്ത് ആക്സിലറേഷൻ ഈ താഴെ വരച്ചിരിക്കുന്ന എക്സ് ആക്സിസ് അഥവാ ടൈം ആക്സിസിലൂടെ പോകുന്നു. അത് ഏതുവരെ? 18 സെക്കൻഡ്സ് ആവുന്നവരെ. ഫർദർ എന്താ സംഭവിക്കുന്നത്? പിന്നീട് വീണ്ടും ആക്സിലറേഷൻ കുറഞ്ഞു പോവാം. മീൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ആക്സിലറേഷൻ എന്താവും? നെഗറ്റീവ് ആണ്. കാരണം ഇവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത്, ലൈൻ താഴേക്കാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്തമാറ്റിക്കലി ഈ ഒരു കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. താഴേക്ക് വരുന്ന സമയത്ത് സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സ്ലോപ്പ് നെഗറ്റീവ് ആകുമ്പോൾ ആക്സിലറേഷനും നെഗറ്റീവ് ആവും. അപ്പൊ എന്താണ് ചേഞ്ച്? നോക്കി, വാട്ട് അബൌട്ട് ദിസ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് നമ്മൾ വേണമെങ്കിൽ ഇവിടെ എടുക്കാട്ടോ. 18ഉം 10നും ഇടയിലെ 10ഉം 18നും ഇടയിലെ ആക്സിലറേഷൻ എന്താണ്? ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി. അതുകൊണ്ടാണ് അത് നമ്മൾ 0 ആയി എടുത്തത്. ഓക്കെ, നമ്മൾ എഴുതിയില്ലാന്ന് മാത്രം. 0 ആണ് കേട്ടോ അവിടെ. ഇനി 18നും 20നും ഇടയിൽ എന്താണെന്നുള്ളതാണ്. അവിടെ എന്തായിരിക്കും? 0 അവസാനത്തുന്നത് അല്ലെ? അപ്പൊ 0 മൈനസ് 25, that is change in velocity divided by time. എത്ര സമയമാണ്? 2 സെക്കൻഡ്. സോ നെഗറ്റീവ് 12.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഗ്രാഫ് എങ്ങനെ പോകും നോക്കിയേ. നമ്മുടെ ഈ ഗ്രാഫ് ഞാൻ എന്താ താഴേക്ക് വരയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ -5, -10, അപ്പൊ ഏകദേശം -12.5. ഒരു 2 സെക്കൻഡ് -12.5 മനസ്സിലായോ? -12.5 മീറ്റർ പെർ സെക്കൻഡിലാണ് ആക്സിലറേഷൻ പോകുന്നത്. അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. നോട്ട് ഇറ്റ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് ഈ ഒരു 18 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ലൈൻ എന്ന് പറയുന്നത്, സ്ലോപ്പ് എന്ന് പറയുന്നത് ഒറ്റ സ്ലോപ്പേ ഉള്ളൂ. ഒരു ലൈനിന് ഒരു സ്ലോപ്പേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതുകൊണ്ട് ഇവിടെ ആക്സിലറേഷൻ എന്താണ്? -12.5 മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് ആദ്യത്തെ കേസിൽ നോക്കിയേ, കർവ് ആണ്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ആക്സിലറേഷൻ ആണ്, ഓരോ സ്ഥലത്തും ഓരോ സ്ലോപ്പ് ആണ്. ഇവിടെ സ്ലോപ്പേ ഇല്ല, അതുകൊണ്ടാണ് ആക്സിലറേഷൻ 0 ആയത്. ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ ആക്സിലറേഷൻ ആണ്. മനസ്സിലായോ? അതാണ് നമ്മൾ നോട്ട് ചെയ്തത്. ഓരോ ടൈമിലും ഓരോ ആക്സിലറേഷൻ ആണ്. ഫസ്റ്റ് കർവിൽ, ഫസ്റ്റ് പാർട്ടിൽ ഇതാണ് ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിനകത്ത് എന്താണ്? ആക്സിലറേഷൻ 0 ആണ്, കാരണം വെലോസിറ്റി ചേഞ്ച് ഇല്ല. തേർഡ് പാർട്ടിൽ എന്തായി? സ്ട്രെയിറ്റ് ലൈൻ, ബട്ട് താഴേക്കാണ് വരുന്നത്, വെലോസിറ്റി കുറഞ്ഞു വരുന്നു. സോ ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കർവ് പഠിച്ചെടുക്കാൻ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ആക്സിലറേഷൻ കർവ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ശരിക്കും വരച്ചു വരുമ്പോൾ കണ്ടു, ആദ്യം 0 മുതൽ 10 സെക്കൻഡ് വരെ ഇങ്ങനെ, പിന്നീട് ഫൈനലി ഇത് 0 ആവുന്നു, 0-ൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് 0 ആയി. ഇനി ഫർദർ നെഗറ്റീവായി ഈ ഒരു ടൈമിൽ -12.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക. ഇനി നമ്മൾ ഒരു ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തിരിച്ച് വെലോസിറ്റി വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതുകൂടി നമുക്കൊന്ന് പഠിച്ചു. എളുപ്പമാണ് അല്ലെ? ഇപ്പൊ നമ്മൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരയ്ക്കാൻ നമുക്ക് നോക്കി നോക്കാം. സോ ഇങ്ങനെയാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ ഒരു സർട്ടൈൻ വാല്യൂ ഉണ്ട് ഇവിടെ, A1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ വാല്യൂ ഇത് എങ്ങനെയാണ് പോകുന്നത്? കോൺസ്റ്റന്റ് ആയിട്ട്. പിന്നീട് ഫർദർ ഈ കർവ്, പിന്നീട് ആക്സിലറേഷൻ 0 ആയി, കുറച്ച് സമയം 0 ആയി പോയി. പിന്നീട് ഫർദർ വീണ്ടും റൈസ് ചെയ്തു വന്നു, വീണ്ടും ആക്സിലറേഷൻ വന്നു. പിന്നെ ആക്സിലറേഷൻ വീണ്ടും കുറച്ചും കൂടി ഹൈറ്റിലോട്ട് പോയി. ഇങ്ങനെ, സോറി, ഇവിടെ ഡോട്ടർ അല്ല, ഇവിടെ ആക്സിലറേഷൻ. ഇങ്ങനെയാണ് കർവ്. ഓക്കെ, നോട്ട് ഇറ്റ്. കണ്ടോ? ഞാൻ ഡോട്ട് ചെയ്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഒരു 0 മുതൽ ഒരു 5 സെക്കൻഡ് വരെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയി വന്നു.
പിന്നെ 5 മുതൽ 10 സെക്കൻഡ് വരെ ആക്സിലറേഷൻ 0 ആയി. പിന്നെ 10 മുതൽ പിന്നീട് ഒരു 15 സെക്കൻഡ് വരെ ആക്സിലറേഷൻ പിന്നീട് വീണ്ടും മുകളിലേക്ക് പോയി. കുറച്ചും കൂടി മുകളിലോട്ട്. ഇതാണ് കർവ്. ഇതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാം? വെലോസിറ്റി ടൈം ഗ്രാഫ്. ആദ്യം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അതിനർത്ഥം വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു. 0 നിന്ന് വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ബട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? അത് ഏത് വരെ പോവും? 5 സെക്കൻഡ്. മനസ്സിലായോ? 0 മുതൽ 5 സെക്കൻഡ്. പിന്നീട് ഫർദർ അടുത്ത 5 സെക്കൻഡ്സിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആക്സിലറേഷൻ 0 ആണ്. അതിനർത്ഥം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഏതാണ്ട് വെലോസിറ്റി ഇതവിടെ ചേഞ്ച് ഇല്ല. ഇവിടെ വെലോസിറ്റി ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഏതുവരെ? 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിഞ്ഞാലോ പിന്നീട് വീണ്ടും ആക്സിലറേഷൻ നോക്കിയേ, പെട്ടെന്ന് കൂടി വേറൊരു വാല്യൂലേക്ക്, വേറൊരു കുറച്ചും കൂടി. അപ്പൊ എങ്ങനെയായിരിക്കും? 10 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആക്സിലറേഷൻ കൂടി. അതായത് അപ്പോൾ വെലോസിറ്റി കൂടുകയാണ്, വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് കൂടുകയാണ്. ബിക്കോസ് ആക്സിലറേഷൻ ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. മനസ്സിലായോ? ഇനി ഞാൻ വീണ്ടും വേണമെങ്കിൽ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫിനെ വീണ്ടും ഒരു പൊടി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. 15 ഞാൻ അടുത്ത ഒരു 20 സെക്കൻഡിലോട്ട് അത് മൂവ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താ ഇങ്ങനെ കൂടി. അവിടെ കർവ് വരയ്ക്കാൻ ഓക്കെ, A3 എന്ന് പറഞ്ഞു കൂടുന്ന രീതി കണ്ടോ? ഓക്കെ, ഇങ്ങനെ കൂടി 20 സെക്കൻഡ് വരെ മുകളിലേക്ക് കൂടി. അപ്പം ഇനി എന്തായിരിക്കും? ആക്സിലറേഷൻ കൂടുതൽ, അത് കൂടുന്നത് രീതി നോക്കിയാൽ കൺസിസ്റ്റന്റ് ആയി കൂടുക. അപ്പൊ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞ 15 സെക്കൻഡ് കഴിയുന്ന സമയത്ത് വെലോസിറ്റി 15 സെക്കൻഡ് മുതൽ അടുത്ത 5 സെക്കൻഡ്, അതായത് 20 സെക്കൻഡ് വരെ എങ്ങനെയായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ് ഇങ്ങനെ കണ്ടോ? കർവായി. ഇത്ര നേരം എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ. ഇതിപ്പോ എന്തായി? കർവായി. മനസ്സിലായോ? കർവായി. അതായത് ഓരോ സ്ഥലത്തും ഓരോ സ്ലോപ്പാണ്. അതായത് ഓരോ സ്ഥലത്തും ഓരോ ആക്സിലറേഷൻ. സോ നമുക്ക് ഈ ഒരു കർവിൽ നിന്നും 20 സെക്കൻഡ് വരെ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ വരുന്ന മാറ്റം എന്നുള്ളത് കൃത്യമായി മനസ്സിലായി കാണിച്ചു. ഇനി വീണ്ടും നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഇപ്പം വീണ്ടും ഫർദർ വെലോസിറ്റി 20 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ആക്സിലറേഷൻ 0-ലോട്ട് വരികയാണ്. അടുത്ത 5 സെക്കൻഡിൽ 0-ൽ പോകണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പോൾ വെലോസിറ്റി മീൻസ് 20 മുതൽ 25 വരെ ആക്സിലറേഷൻ വേറെ കളറിൽ മാറ്റിയതാണ്. ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ടൈം ആക്സിസിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്തായിരിക്കും? അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും അടുത്ത 5 സെക്കൻഡിൽ. മനസ്സിലായ? വെലോസിറ്റി അടുത്ത 5 സെക്കൻഡിൽ കോൺസ്റ്റന്റ്. ഇനി വേണമെങ്കിൽ നെഗറ്റീവ് സൈഡിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക? നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മീൻസ് ഇത് നെഗറ്റീവ് സൈഡിൽ കോൺസ്റ്റന്റ് ആയി പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി കർവ് നേരെ താഴേക്ക് വരും. അടുത്ത 5 സെക്കൻഡിലോട്ട് താഴേക്ക് വരും. അതായത് ആക്സിലറേഷൻ നെഗറ്റീവ് ആയാലുള്ള കാര്യമാണ്. ഈ കർവ് നെഗറ്റീവ് ആയാലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നെഗറ്റീവ് ആക്സിലറേഷനിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വെലോസിറ്റി കർവ് താഴേക്ക് പോകും. അടുത്ത സെക്കൻഡ്സ് ഇത് 25 മുതൽ 30 എടുത്തിട്ട് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് കർവ്. ഈ കർവ് വൃത്തിക്ക് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഓരോ പോർഷൻസും വൃത്തിക്ക് പഠിക്കുക. അപ്പൊ നമ്മൾ ഏകദേശം ഗ്രാഫുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്രാഫിനെ കുറിച്ചുള്ള കൃത്യമായ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾക്ക് കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലംസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.